നമസ്കാരം. ധനുഷ് PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 നടന്ന പരീക്ഷയുടെ ചോദ്യങ്ങളാണ്. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളടങ്ങിയ കണ്ടൻറ്റാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ: ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ. ഉത്തരം ഓപ്ഷൻ ബി, ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഓപ്ഷൻ: 1946 ഡിസംബർ 6, 46 ഡിസംബർ 9, 47 ഡിസംബർ 6, 49 ഡിസംബർ 9. ആൻസർ ഓപ്ഷൻ ബി, 1946 ഡിസംബർ 9. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 ആണ്. നെക്സ്റ്റ് വൺ, ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻസ്: പാർലമെൻറ്റ്, ലോക്സഭ, രാജ്യസഭ, സുപ്രീം കോടതി. ആൻസർ ഓപ്ഷൻ എ, പാർലമെൻറ്റ്. ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിനാണ്. നെക്സ്റ്റ് വൺ, നിലവിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ 7, 6, 5, 8. ആൻസർ 6. നിലവിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തത്? ഓപ്ഷൻസ്: അയർലൻഡ്, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ, കാനഡ. ആൻസർ സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. മൗലിക കടമകൾ സോവിയറ്റ് യൂണിയൻ. നെക്സ്റ്റ് വൺ, കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ? ഓപ്ഷൻസ്: അയ്യങ്കാളി, വൈകുണ്ഠസ്വാമി, സഹോദരൻ അയ്യപ്പൻ, തൈക്കാടയ്യ. ആൻസർ സഹോദരൻ അയ്യപ്പൻ. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരായി മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം, സഹോദരൻ അയ്യപ്പൻ. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻസ്: AK ഗോപാലൻ, K മാധവൻ നായർ, K കേളപ്പൻ, NV കൃഷ്ണവാര്യർ. ആൻസർ ഓപ്ഷൻ സി, K കേളപ്പൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? K കേളപ്പൻ. നെക്സ്റ്റ് വൺ, കുളച്ചൽ യുദ്ധം നടന്ന വർഷം? ആൻസർ 1741. 1741. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ഓപ്ഷൻസ്: കുളച്ചൽ യുദ്ധം, വെള്ളൂർ കലാപം, ആറ്റിങ്ങൽ കലാപം, അഞ്ചുതെങ്ങ് കലാപം. ആൻസർ ഓപ്ഷൻ സി, ആറ്റിങ്ങൽ കലാപം. നെക്സ്റ്റ് വൺ, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻസ്: K രാമകൃഷ്ണപിള്ള, വക്കം മൗലവി, വക്കം അബ്ദുൾ റഹ്മാൻ, C കേശവൻ. ആൻസർ ഓപ്ഷൻ ബി, വക്കം മൗലവി. വക്കം മൗലവി. നെക്സ്റ്റ് വൺ, സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻസ്: ബാലഗംഗാധർ തിലക്, സുഭാഷ് ചന്ദ്രബോസ്,
ഗോപാലകൃഷ്ണ ഗോഖലെ, സർദാർ വല്ലഭായ് പട്ടേൽ. ആൻസർ ഓപ്ഷൻ സി, ഗോപാലകൃഷ്ണ ഗോഖലെ. സർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ് സരോജിനി നായിഡു, ആനി ബസന്റ്, അരുണ അസഫലി, അക്കമ്മ ചെറിയാൻ. ഉത്തരം അരുണ അസഫലി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്ന ആരാണ്? അരുണ അസഫലി. അരുണ അസഫലി. നെക്സ്റ്റ് വൺ. ചേരുംപടി ചേർക്കുക. ചമ്പാരൻ, നിസ്സഹകരണ സമരം, ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം. ഉത്തരം ഓപ്ഷൻ എ ആണ്. ചമ്പാരൻ വർഷം 1917 നിസ്സഹകരണ സമരം 1920. ഉപ്പു സത്യാഗ്രഹം 1930. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ചമ്പാരൻ 1917, നിസ്സഹകരണ സമരം 1920, ഉപ്പു സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ സമരം 1942. നെക്സ്റ്റ് വൺ. ഏത് സംസ്ഥാനത്തിൻ്റെ തനത് കലാരൂപമാണ് കഥക്? ഓപ്ഷൻസ് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ആസാം, മണിപ്പൂർ. ആൻസർ ഉത്തർപ്രദേശ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷം? ഓപ്ഷൻസ് 1905 ഓഗസ്റ്റ് 8, 1905 ഓഗസ്റ്റ് 7, 1905 ഒക്ടോബർ 8, 1905 ഒക്ടോബർ 7. ആൻസർ ഓപ്ഷൻ ബി, 1905 ഓഗസ്റ്റ് 7. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം 1905 ഓഗസ്റ്റ് 7. നെക്സ്റ്റ് വൺ. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിൻ്റെ വേദി. ഓപ്ഷൻസ് ബ്രിട്ടൻ, ഇന്ത്യ, റഷ്യ, ചൈന. ഉത്തരം ഓപ്ഷൻ സി, റഷ്യ. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിൻ്റെ വേദി ഏതാണ്? ആൻസർ റഷ്യ. ആൻസർ റഷ്യ. നെക്സ്റ്റ് വൺ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം. ഓപ്ഷൻസ് നവി മുംബൈ, കമ്പഗൗഡ വിമാനത്താവളം, കൊച്ചി വിമാനത്താവളം, ലക്നൗ വിമാനത്താവളം. ആൻസർ ഓപ്ഷൻ എ, നവി മുംബൈ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നവി മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നവി മുംബൈ. നവി മുംബൈ. നെക്സ്റ്റ് വൺ. തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഓപ്ഷൻസ് ബാലഗംഗാധര തിലക്, ലാൽ ലജ്പത് റായ്, മഹാത്മാഗാന്ധി, ചന്ദ്രശേഖർ ആസാദ്. ആൻസർ ഓപ്ഷൻ സി, മഹാത്മാഗാന്ധി. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നുവെന്ന് ജവഹർലാൽ നെഹ്റു പ്രതിപാദിച്ചിട്ടുണ്ട്. ആരെപ്പറ്റി ആയിരുന്നു അത്? ഉത്തരം മഹാത്മാഗാന്ധി. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കൻഡ് കരാറിൽ ഒപ്പുവെച്ചത്? ഓപ്ഷൻസ് ഇന്ത്യയും ബ്രിട്ടനും, ഇന്ത്യയും പാകിസ്ഥാനും, ഇന്ത്യയും റഷ്യയും, ഇന്ത്യയും ചൈനയും. ആൻസർ ഓപ്ഷൻ ബി, ഇന്ത്യയും പാകിസ്ഥാനും. 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കൻഡ് കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാമായിരുന്നു? ആൻസർ ഇന്ത്യയും പാകിസ്ഥാനും. നെക്സ്റ്റ് വൺ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന്
ലയനക്കരാർ രൂപീകരിച്ചു? ആ ലയനക്കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ സി 1ഉം 4ഉം സർദാർ വല്ലഭായ് പട്ടേൽ, വി പി മേനോൻ. സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനോൻ ലയനക്കരാറിൽ ഒപ്പുവെച്ച വ്യക്തികൾ ആരെല്ലാമായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് വി പി മേനോൻ. സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് വി പി മേനോൻ. നെക്സ്റ്റ് വൺ. ഏത് വിദേശ രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? ഓപ്ഷൻസ് ബ്രിട്ടൻ, ജർമ്മനി, ജപ്പാൻ, സോവിയറ്റ് യൂണിയൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ് നിർമ്മിതമായത്. ബൊക്കാറോ, സോവിയറ്റ് യൂണിയൻ. നെക്സ്റ്റ് വൺ. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻസ് ടി ടി കൃഷ്ണമാചാരി, ഗുൽസർലാൽ നന്ദ, സി ഡി ദേശ്മുഖ്, വിനായക് ചൗധരി. ആൻസർ ഓപ്ഷൻ ബി ഗുൽസർലാൽ നന്ദ. ഗുൽസർലാൽ നന്ദ. നെക്സ്റ്റ് വൺ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓപ്ഷൻസ് ഡോക്ടർ സുഖ്ബീർ സന്ധു, ഡോക്ടർ വിവേക് ജോഷി, ജ്ഞാനേഷ് കുമാർ, അരുൺ ഗോയൽ. ആൻസർ ശ്രീ ജ്ഞാനേഷ് കുമാർ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ശ്രീ ജ്ഞാനേഷ് കുമാർ. നെക്സ്റ്റ് വൺ. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയേൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഓപ്ഷൻ ശ്രീകുമാരൻ തമ്പി, ഷാജി എൻ കരുൺ, ഹരിഹരൻ, MT വാസുദേവൻ നായർ. ആൻസർ ഓപ്ഷൻ ബി ഷാജി എൻ കരുൺ. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയേൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഷാജി എൻ കരുൺ. നെക്സ്റ്റ് വൺ. ഇന്ത്യയിൽ ഖാരിഫ്, റാബി, സയ്ദ് എന്നീ 3 കാർഷിക കാലങ്ങളാണുള്ളത്. ഈ കാർഷിക കാലങ്ങളുടെ സവിശേഷതകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായ ഉത്തരമാണ് ഓപ്ഷൻ സി. ഇവയെല്ലാം ശരിയാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സയ്ദ്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സയ്ദ്. ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കാർഷിക കാലമാണ് റാബി. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. ഓക്കെ. 25ൻ്റെ ആൻസർ ഓപ്ഷൻ സി. ഇവയെല്ലാം ശരിയാണ്. നെക്സ്റ്റ് വൺ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, ചൈന, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ. ഓക്കെ. 3ഉം 4ഉമാണ്. ഓക്കെ. പാകിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ. അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. 3ഉം 4ഉമാണ് ആൻസർ. ഓപ്ഷൻ ബി ആൻസർ. ഓപ്ഷൻ ബി ആൻസർ. ഓക്കെ. പാകിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ. നെക്സ്റ്റ് വൺ. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് തെറ്റായവ കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തെറ്റ് പ്രസ്താവന 1ഉം 2ഉം തെറ്റ് പ്രസ്താവനയാണ്. ഓക്കെ. ഇന്ത്യൻ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്നത് ചുവന്ന മണ്ണാണ്. പശ്ചിമഘട്ട പർവ്വതനിരകൾ തമിഴ്നാട് മുതൽ ഒറീസ വരെ നീണ്ടുകിടക്കുന്നു. കറക്റ്റ് ഫാക്റ്റുകൾ ഒന്നുകൂടെ വായിക്കാം. ഇന്ത്യൻ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്ന
മണ്ണ് ചുവന്ന മണ്ണാണ്. പശ്ചിമഘട്ട പർവ്വതനിരകൾ തമിഴ്നാട് മുതൽ ഒറീസ വരെ നീണ്ടുകിടക്കുന്നു. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ ഏതാണ്? ഓപ്ഷൻസ്: പശ്ചിമഘട്ടം, പൂർവഘട്ടം, ആരവള്ളി, സാത്പുര. ആൻസർ: ആരവള്ളി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ ഏതാണ്? ആരവള്ളി. നെക്സ്റ്റ് വൺ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരേന്ത്യൻ സമുദ്രങ്ങളുടെ സവിശേഷതകളിൽപ്പെടാത്തത് ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, ഉൾപ്പെടാത്തത് ഇവയെല്ലാം എന്നുള്ളതാണ് ഉണ്ടാവും. നെക്സ്റ്റ് വൺ, 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആര്? ഓപ്ഷൻസ്: സ്മൃതി മന്ദാന, ഹർമൻപ്രീത് കൗർ, ഷഫാലി വർമ്മ, പ്രതീക റവാൻ. ആൻസർ ഓപ്ഷൻ ബി, ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗർ. 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗർ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻസ്: അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, അടൂർ ഗോപാലകൃഷ്ണൻ, മോഹൻലാൽ. ആൻസർ: മോഹൻലാൽ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മോഹൻലാൽ. നെക്സ്റ്റ് വൺ, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്നിട്ട് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കുവാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്താണ്? ഓപ്ഷൻസ്: എൻ്റെ കേരളം എത്ര സുന്ദരം, എൻ്റെ കേരളം എന്നും സുന്ദരം, ഹരിത കേരളം, ഇനി ഞാൻ ഒഴുകട്ടെ. ആൻസർ ഓപ്ഷൻ ബി, എൻ്റെ കേരളം എന്നും സുന്ദരം. എൻ്റെ കേരളം എന്നും സുന്ദരം. എൻ്റെ കേരളം എന്നും സുന്ദരം. നെക്സ്റ്റ് വൺ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആരാണ്? ഓപ്ഷൻസ്: ശുഭാംശു ശുക്ല, പ്രശാന്ത് ബി നായർ, അജിത് കൃഷ്ണൻ, അങ്കാട് പ്രതാപ്. ആൻസർ ഓപ്ഷൻ എ, ശുഭാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആരാണ്? ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ല. നെക്സ്റ്റ് ചോദ്യം, പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിൻ്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. ആൻസർ ഓപ്ഷൻ എ, കിഴക്ക്. പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിൻ്റെ കിഴക്ക് ദിക്കിലാണ് സ്ഥിതി ചെയ്യുക. കേരളത്തിൻ്റെ കിഴക്ക് ദിക്കിലാണ് പശ്ചിമഘട്ട പർവ്വതനിരകൾ. നെക്സ്റ്റ് ചോദ്യം, നദികളും അവയുടെ ഉത്ഭവസ്ഥാനങ്ങളുമാണ് തന്നിട്ടുള്ളത്. ഇവയിൽ ശരിയല്ലാത്തത് എടുത്തെഴുതുക. ശരിയല്ലാത്തത് ഓപ്ഷൻ സി, നാലാമത്തതാണ് ശരിയല്ലാത്തത്. ഓക്കെ, നാലാമത്തതാണ് ശരിയല്ലാത്തത്. ഉത്ഭവസ്ഥാനം നാലാമത്തതാണ് ശരിയല്ലാത്തത്. നെയ്യാർ. അപ്പോൾ കറക്റ്റ് ആൻസേഴ്സ്: നെയ്യാർ, അഗസ്ത്യമല, പെരിയാർ, ശിവഗിരിമല, ഭാരതപ്പുഴ, ആനമല. ഓക്കെ, ഉത്ഭവസ്ഥാനങ്ങൾ നെയ്യാറിൻ്റെത് അഗസ്ത്യമല, പെരിയാർ, ശിവഗിരിമല, ഭാരതപ്പുഴ, ആനമല. ഓക്കെ, കറക്റ്റ് 3 അപ്പോൾ നമ്മുടെ പെരിയാറിൻ്റെത് എവിടെയാണ്? ശിവഗിരിമലയാണ്. ഭാരതപ്പുഴയുടെ ആനമലയാണ്. പമ്പയുടെ എവിടെയാണ്? പമ്പയുടെ അപ്പുഴ പുളിച്ചിമലയാണ് പമ്പയുടേത്. പമ്പയുടേത് പുളിച്ചിമലയാണ് പമ്പയുടേത്. പുളിച്ചിമല പമ്പയുടേത് പുളിച്ചിമല. പുളിച്ചിമലയാണ് പമ്പയുടേത്. അങ്ങനെയാണെങ്കിൽ ചാലിയാറിൻ്റെ എന്താണ്? ചാലിയാറിൻ്റെത് ഇളമ്പലേരി കുന്ന്. ചാലിയാറിൻ്റെത് ഇളമ്പലേരി കുന്ന്. ഓക്കെ, ചാലിയാർ, ഇളമ്പലേരി കുന്ന്. ഒന്നുകൂടി, നെയ്യാറിൻ്റെ ഉത്ഭവസ്ഥാനം അഗസ്ത്യമല, പെരിയാറിൻ്റെത് ശിവഗിരിമല, ഭാരതപ്പുഴയുടെ ആനമല, പമ്പയുടേത് പുളിച്ചിമല, ചാലിയാറിൻ്റെത് ഇളമ്പലേരി കുന്ന്. ചാലിയാറിൻ്റെത്
ഇളമ്പലേരിക്കുന്ന്. അതുപോലെ തന്നെ ചാലക്കുടി പുഴയുടേത് ആനമല തന്നെയാണ്. ചാലക്കുടി പുഴയുടേത് ആനമല തന്നെയാണ്. ചാലക്കുടി പുഴയുടേത് ആനമല തന്നെയാണ്. ഓക്കെ, മറക്കില്ല. ഇനിയും നെയ്യാർ അഗസ്ത്യമല, പെരിയാർ ശിവഗിരിമല, ഭാരതപ്പുഴ ആനമല, ചാലക്കുടി പുഴയുടേതും ആനമലയാണ്. പമ്പയുടേത് പുളച്ചിമലയാണ്. ഓക്കെ, പുളിച്ചിമല, പുളിക്കുന്നുണ്ട് പമ്പ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരി പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ശരി പ്രസ്താവനകൾ എന്ന് പറയുമ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉമാണ് ശരി പ്രസ്താവനകൾ. 1ഉം 4ഉമാണ് ശരി പ്രസ്താവനകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഓപ്ഷൻസ് പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂർ, എറണാകുളം. ഉത്തരം ഓപ്ഷൻ ബി ആലപ്പുഴ ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ല. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും ചുവടെ കൊടുത്തിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. സുഭോജനം, ആശ്വാസ്, ഇനി ഞാൻ ഒഴുകട്ടെ, പച്ചത്തുരുത്ത്. ഇവിടെ കറക്റ്റ് ആൻസർ ഏതൊക്കെയായിരിക്കും വരിക? ചേരുമ്പഴി ചേർക്കുന്നത് പോലെയാണ് കൊടുത്തേക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ സി ആണ്. സുഭോജനം നേരെ തന്നെയുണ്ട് അല്ലേ? സുഭോജനം 1A ആണ്. അടിച്ചു വെക്കാം, 1A. നെക്സ്റ്റ് എന്താണ്? ഇതാണ് ആൻസർ, 1A ആണ്. ഒരു മിനിറ്റ്, ഒന്നാമത്തേത് എ ആണ്. വീണ്ടും കയറിയില്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഒന്നാമത്തേത് എ, അതങ്ങനെ തന്നെയാണ്. നെക്സ്റ്റ് 2D എന്ന് പറയുമ്പോൾ 2 ആശ്വാസ് വൃക്ക അത് വയ്ക്കാം. നെക്സ്റ്റ് മൂന്നാമത്തേത് ബി തന്നെയാണ്, നമുക്ക് മനസ്സിലാവുന്നത്. നാലാമത്തേത് സി ആണ്. നാലാമത്തെ സി. ഇനി ഒന്ന് വായിച്ചു നോക്കിയാലോ. സുഭോജനം എന്താണ്? ശുചിത്വമുള്ളതും സംരക്ഷിതവുമായ ഭക്ഷണ വിതരണം ഉറപ്പാക്കുക. സുഭോജനം, ഭോജിക്കുക അല്ലെ, ഭക്ഷണം കഴിക്കുക. വൃത്തിയുള്ളതും സംരക്ഷിതവുമായ ഭക്ഷണ വിതരണം ഉറപ്പാക്കുക. ആശ്വാസം എന്ന് പറയുമ്പോൾ വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ. നെക്സ്റ്റ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുമ്പോൾ നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ്. നീർച്ചാലുകളുടെ ജനകീയമായ എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ പോയിട്ടില്ല, തൊഴിലുറപ്പ് പണിക്കാരൊക്കെ ആയിരിക്കാം. ഇവരും കൂടെ പോയിട്ട് തോടൊക്കെ വെട്ടി വൃത്തിയാക്കി ഇവരൊക്കെ മാറ്റി വെച്ചിട്ട് അതെല്ലാം വൃത്തിയാക്കി ഒഴുക്കുക, അതാണ് ഉദ്ദേശിക്കുക. നെക്സ്റ്റ് പച്ചത്തുരുത്ത് തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക ജൈവവൈവിധ്യ പ്രദേശങ്ങളാക്കി മാറ്റി സംരക്ഷിക്കുക. പച്ചത്തുരുത്ത് അതാണ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ചുവടെ വന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് വന്യജീവി സങ്കേതത്തെക്കുറിച്ചുള്ളതെന്ന് കണ്ടെത്തുക. വന്യജീവി സങ്കേതമാണ്. പ്രസ്താവന ഇതൊക്കെയാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ്. പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് ഇത്. ആൻസർ ഏതായിരിക്കണം? അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം, ഓപ്ഷൻ ബി ആൻസർ. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പ്രസ്താവന, അതിൻ്റെ കറക്റ്റ് ഫാക്റ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയെന്നുകൊണ്ട് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ. പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. മംഗളാദേവി ക്ഷേത്രം ഇവിടെ ഇതിനകത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം ആകുന്നു. ഓക്കെ. കേരളത്തീരത്തു നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? ഓപ്ഷൻസ് മത്തി, അയല, ചൂര, ചെമ്മീൻ. ആൻസർ മത്തി. ഏറ്റവും കൂടുതൽ വിലയും അതിന് തന്നെയാണ്. കേരളത്തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? മത്തിയാണ്. ഏറ്റവും കൂടുതൽ വില അതിനാണ്, ഏറ്റവും കൂടുതൽ പോഷകം അതിനാണ് അല്ലേ? omega-3 ഫാറ്റി ആസിഡ് സഹിതം. നെക്സ്റ്റ് വൺ. കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്.
വയനാട് ആൻഡ് വയനാട് ഇടുക്കി ജില്ല. നെക്സ്റ്റ് വൺ. 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ സി സഞ്ജു സാംസൺ. 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ബ്രാൻഡ് അംബാസഡർ സഞ്ജു സാംസൺ. കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ബ്രാൻഡ് അംബാസഡർ സഞ്ജു സാംസൺ. ആ നീലി ഉടുപ്പിട്ട പടമൊക്കെ ഓർത്തു വരുന്നു. നെക്സ്റ്റ് ചോദ്യം. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി 1, 2, 3. ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലായി വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നു. ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലായി വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്നു. നെക്സ്റ്റ് ചോദ്യം. താഴെ പറഞ്ഞതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ്. ശരി പ്രസ്താവനകൾ 1ഉം 3ഉമാണ്. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കപ്പെടുന്നു. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ വൈദ്യുതി നിലയത്തിലാണ്. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത നിലയത്തിലാണ്. ജലവൈദ്യുത നിലയത്തിലാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്. ശരിയല്ലാത്തത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയല്ല. കേരളത്തിലെ അമൃത ഷേർഗിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിത്രകാരിയാണ് ടി.കെ. പത്മിനി. അമൃത ഷേർഗിൽ എന്ന് വിളിക്കുന്ന ആരെയാണ്? ടി.കെ. പത്മിനി. അത് മാത്രമാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ബാക്കി നമ്മുടെ ഉത്തരം ഇവിടെ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ. ജ്ഞാനപീഠ പുരസ്കാരത്തെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. തെറ്റ് പ്രസ്താവന, 1ാമത്തെ തെറ്റ് പ്രസ്താവനയാണ്. ഓക്കെ, അപ്പോൾ ശരികൾ നോക്കിയേക്കാം. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആശാപൂർണ ദേവിയാണ്. ജ്ഞാനപീഠ പുരസ്കാരവും മൂർത്തി ദേവി പുരസ്കാരവും നേടിയ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ജ്ഞാനപീഠ പുരസ്കാരവും മൂർത്തി ദേവി പുരസ്കാരവും നേടിയ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇതൊന്നുകൂടി. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആശാപൂർണ ദേവിയാണ്. ജ്ഞാനപീഠ പുരസ്കാരവും മൂർത്തി പുരസ്കാരവും നേടിയ മലയാളിയാണ് അക്കിത്തൻ അച്യുതൻ നമ്പൂതിരി. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. താഴെ പറയുന്നവയിൽ ശരി പ്രസ്താവന കണ്ടെത്തുക. നെക്സ്റ്റ് വൺ. ശരി പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരി പ്രസ്താവനകൾ. കാർഗിൽ യുദ്ധസമയത്ത് വീരമൃത്യു വരിച്ച് രാജ്യം വീർചക്രം നൽകി ആദരിച്ച ധീര സൈനികനായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ജെറി പ്രേംരാജ്. നെക്സ്റ്റ്. കാർഗിൽ യുദ്ധസമയത്തെ പ്രവർത്തനങ്ങൾക്ക് വീർചക്രം നൽകി രാജ്യം ആദരിച്ച ധീര സൈനികനായിരുന്നു എറണാകുളം സ്വദേശിയായ ആർ വിശ്വനാഥൻ. ഓക്കെ, 2 ഫാക്റ്റുകളാണ് ശരിയുള്ളത്. നെക്സ്റ്റ് വൺ. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാം? 2024-2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ച് ആരൊക്കെയായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ജസ്പ്രീത് ബുംറ, വിരാട് കോഹ്ലി.
പ്ലെയർ ഓഫ് ദി സീരീസ് ആണ് ജസ്പ്രീത് ബുംറ. പ്ലെയർ ഓഫ് ദി മാച്ച് വിരാട് കോഹ്ലി. ജസ്പ്രീത് ബുംറ, വിരാട് കോഹ്ലി. ജസ്പ്രീത് ബുംറ പ്ലെയർ ഓഫ് ദി സീരീസ് ആയിരുന്നു. വിരാട് കോഹ്ലി പ്ലെയർ ഓഫ് ദി മാച്ച് ആയിരുന്നു. ഏതിലാണ്? 2024 2020 അല്ലേ, ക്രിക്കറ്റ് ലോകകപ്പിൽ. പ്ലെയർ ഓഫ് ദി സീരീസ് ജസ്പ്രീത് ബുംറ, മാച്ച് വിരാട് കോഹ്ലി. നെക്സ്റ്റ് വൺ, 2023 നോബൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട വസ്തുതയുണ്ട്. ശരി ഏതൊക്കെയാണ്? ശരി 49. ആൻസർ ഓപ്ഷൻ സി. യോൺ ഫോസ്റ്റെ സാഹിത്യം, നോർവീജിയൻ നാടകകൃത്ത്. ക്ലാഡിയ ഗോൾഡിൻ സാമ്പത്തിക ശാസ്ത്രം, US സാമ്പത്തിക ശാസ്ത്രജ്ഞ. ഓക്കെ, അറിയാവുന്ന ഫാക്റ്റുകളാണ്. നെക്സ്റ്റ്, ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G20യുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ എ ആണ് ആൻസർ. 2ഉം 3ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം ഏതായിരുന്നു? ഓപ്പറേഷൻ ഗംഗ. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം ഏതായിരുന്നു? ഓപ്പറേഷൻ ഗംഗ. കേരളത്തിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ സി ആണ്. 2ാമത്തതാണ് ശരിയല്ലാത്ത പ്രസ്താവന. നെക്സ്റ്റ് വൺ, ചുവടെ പറയുന്നവയിൽ കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ 2 രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, മുരിങ്ങ എന്ന് പറയും. കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം 2 രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യമാണ് മുരിങ്ങ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ, ദഹനരസങ്ങൾ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ശരിയാണ്. കരൾ, പിത്തരസം, ആഗ്നേയഗ്രന്ഥി, ആഗ്നേയരസം അല്ലേ. ദഹനരസം എന്ന് പറയുമ്പോൾ കരളിൽ നിന്നും പിത്തരസം ഉണ്ടാകുന്നുണ്ട്. ആഗ്നേയഗ്രന്ഥിയിൽ നിന്നുമാണ് ആഗ്നേയരസം. ആഗ്നേയഗ്രന്ഥി പുറപ്പെടുന്ന 2 ഹോർമോണിൻ്റെ പേരെന്തൊക്കെയാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഓക്കെ, അപ്പോൾ അന്നനാളം അല്ലെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് തെറ്റായ പ്രസ്താവനയാണ്. ഹൈഡ്രോക്ലോറിക് പിന്നെ എവിടെയാണ് കാണപ്പെടുക? HCl. ആമാശയത്തിലാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കാണുക. ആമാശയത്തിലാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുക. അന്നനാളം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആ കുഴലാണ്, അതിലെന്ത് ചലനം മാത്രമേ ഉള്ളൂ? പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ. പെരിസ്റ്റാൾസിസ് എന്ന് പറയും. പെരിസ്റ്റാൾസിസ് ആ മൂവ്മെൻ്റ് ആണ്. അതിൽ കൂടി ഫുഡ് ഇങ്ങനെ ബോളായിട്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഈ സൈഡിൽ ആരുണ്ട്? മ്യൂക്കസ് ഉണ്ട്. വഴുവഴുത്തുള്ള സാധനമല്ലേ, മ്യൂക്കസ് ഉണ്ട് അവിടെ. അന്നനാളത്തിൽ മ്യൂക്കസ് മാത്രമേ ഉള്ളൂ. അവിടെ ദഹനമൊന്നും നടക്കുന്നില്ല. അങ്ങനെ മ്യൂക്കസ് കൂടി ഇങ്ങനെ ഇറങ്ങി താഴേക്ക് വരുന്നു. ആ ഒരു അന്നഗുല്ലിയിലെ ചലനങ്ങൾക്ക് പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. അന്നഗുല്ലിയിലെ അന്നനാളത്തിലെ ചലനങ്ങൾക്ക് പറയുന്ന പേരാണെന്ത്? പെരിസ്റ്റാൾസിസ്. അങ്ങനെയാണ് ആ ഫുഡ് ഇങ്ങനെ ഇറങ്ങി വന്ന് ആമാശയത്തിൽ വരുന്നു. അവിടെ അപ്പോഴാരുണ്ട്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഓക്കെ, അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിറ്റമിൻ ഡി. കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകാൻ കാരണം എന്താണ്? വിറ്റമിൻ ഡിയുടെ അപര്യാപ്തതയാണ്. അപ്പോൾ വിറ്റമിൻ എ എന്ന് പറയുമ്പോൾ അതിൻ്റെ അപര്യാപ്തത അസുഖം എന്താണ്? നിശാന്തത ഉണ്ടാകുന്നു. ബി എന്ന് പറയുമ്പോൾ B1 ആണെങ്കിൽ ബെറിബറി ഉണ്ടാകുന്നു. വിറ്റമിൻ സി എന്ന് പറയുമ്പോൾ അതിൻ്റെ അഭാവത്തിൽ സ്കർവിയും ഉണ്ടാകുന്നു. നെക്സ്റ്റ് ചോദ്യം, ചില ആഹാരബന്ധങ്ങൾ ചുവടെ കൊടുത്തിട്ടുണ്ട്. ഇവയിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ് തെറ്റ് അല്ലേ. ഇവിടെ നമുക്ക് ബാക്കിയൊക്കെ തെറ്റ് നമുക്ക് വെട്ടാം, എന്നിട്ട് ബാക്കി നോക്കാം. ബാക്കി നോക്കുമ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. കഴിഞ്ഞു. തെറ്റ് പ്രസ്താവനയാണ്. ഓക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞു, നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ പുല്ല്, ആട്, പുലി, പരുന്ത്. അടുത്തത് പുല്ല്, പുഴു, കോഴി, പാമ്പ്. അടുത്തത് പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്. ഇതിലെല്ലാം പുല്ലാണ് ആദ്യം അല്ലേ.
പുല്ലാണ് ആദ്യം. ഇനി ഇവിടെ പുല്ലെന്ന് പറയുന്നത് എന്താണ്? സസ്യങ്ങളാണ് അല്ലേ. നമ്മുടെ എപ്പോഴും ഒരു എന്താ പറയുക ആഹാരബന്ധങ്ങളിൽ ആരാദ്യം വരണം? ഉൽപ്പാദകരാണ് ആദ്യം വരേണ്ടത്. ഉൽപ്പാദകരാണ് ആദ്യം വരിക. പിന്നെ ആര് വരണം? ഉപഭോക്താക്കൾ വരണം. ഉപഭോക്താക്കൾ വരണം. ഉപഭോക്താക്കൾ വരിക. പിന്നെ ആര് വരണം? വിഘാടകർ വേണം. അതായത് ഉപഭോക്താക്കൾ എന്ന് പറയുമ്പോൾ എന്താണ്? സസ്യങ്ങളാണ് എപ്പോഴും ഉൽപ്പാദകർ എന്ന് പറയാം. അവരാണ് എന്ത് ചെയ്യുക? ആഹാരം പ്രകൃതിയിലെ പ്രകാശസംശ്ലേഷണമൊക്കെ ഒഴിച്ചിട്ട് ആഹാരം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകരാണ് അല്ലേ. അതിനെ കഴിക്കുന്നവരെല്ലാം എന്താണ്? അതിനെ ഭോഗിക്കുന്നവരെല്ലാം എന്താണ്? ഉപഭോക്താക്കളാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് അവരുടെ ജീവിതചക്രം കഴിയുമ്പോൾ, അവർ മരിക്കുമ്പോൾ അല്ലേ, ചത്തു കഴിയുമ്പോൾ അവർ വിഘടിപ്പിക്കുന്ന ജീവികളാണെന്ത്? വിഘാടകർ. അങ്ങനെ മെയിൻ 3 കാറ്റഗറിയാണ് നമുക്കുള്ളത്: ഉൽപ്പാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ. പിന്നീട് ഉപഭോക്താക്കൾ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇത് പിന്നീട് 2-3 തലങ്ങളുണ്ട്. പ്രാഥമികമുണ്ട്, ദ്വിതീയമുണ്ട്, തൃതീയമുണ്ട്. പ്രാഥമികം വെച്ചാൽ ആദ്യം കഴിക്കുന്ന ആൾക്കാർ. ഉൽപ്പാദകർ എന്ന് സസ്യങ്ങളെ ഫസ്റ്റ് കഴിക്കുന്ന ആൾക്കാരൊക്കെ എന്താണ്? പ്രാഥമിക ആൾക്കാരാണ് ഇല്ല. ആ പ്രാഥമികമായ ആൾക്കാരെ വീണ്ടും കഴിക്കുമല്ലോ, അവർ സെക്കൻഡ്, ദ്വിതീയമാണ്. ആ ദ്വിതീയത്തിനെ വീണ്ടും കഴിക്കുന്ന ആൾക്കാരത് തൃതീയമാണ്. അപ്പോൾ കഴിക്കുന്നവരെ അനുസരിച്ചാണ് എന്ത് ചെയ്തേക്കുന്നത്? ഉപഭോക്താക്കളെ പ്രാഥമികമൊന്നും ദ്വിതീയമൊന്നും തൃതീയമൊന്നും തിരിച്ചേക്കുന്നത്. ഓക്കെ. അപ്പോൾ മെയിൻലി ആരൊക്കെയുണ്ട്? ഉൽപ്പാദകരും ഉപഭോക്താക്കളും വിഘാടകരും അടങ്ങിയാണ് നമ്മുടെ ആഹാര ശൃംഖല അല്ലെ, ആഹാരബന്ധം. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നതിൽ. എന്തുകൊണ്ടാണ് തെറ്റ് വരിക ഇവിടെ അല്ലേ? പുല്ല്, പുഴു, കോഴി. പുഴു എന്ന് പറഞ്ഞാൽ വിഘടിപ്പിക്കുന്നൊരു സാധനമാണ് പുഴു അല്ലേ. നമ്മൾ ചത്ത് കഴിയുമ്പോൾ ഇരിക്കുന്ന സാധനം. പക്ഷെ അത് കഴിക്കും, പക്ഷെ ചത്ത് കഴിയുമ്പോൾ ഇരിക്കുന്ന സാധനമാണ്. കറക്റ്റ് സാധനം പുല്ലിനെ ആര് കഴിക്കുന്നുണ്ട്? പുൽച്ചാടി അല്ലേ. തെറ്റായത് എന്താ പറയുക? പുല്ല്, പുൽച്ചാടി, മുയൽ, സിംഹം. ഇവിടെ തെറ്റ് വന്നത് എന്തുകൊണ്ടാണ്? പുൽച്ചാടിയെ മുയൽ കഴിക്കുന്നില്ല. ഓക്കെ അല്ലേ. നമ്മൾ ബാക്കി നോക്കുമ്പോൾ ശരി വരും. പുൽച്ചാടിയെ മുയൽ കഴിക്കും. പക്ഷെ മുയൽ ശരിക്കും എന്താണ്? സസ്യഭോജന. മുയൽ കഴിക്കുന്നത് എന്താണ്? പുല്ലാണ്. ശരിയല്ലേ. അപ്പോൾ ഇവിടെ ബാക്കിയെല്ലാം കറക്റ്റാണ്. പുല്ലിനെ ആട് പുല്ല് കഴിക്കുന്നുണ്ട് അല്ലേ. പുഴു വേണം ദഹിപ്പിക്കാം. പുല്ല് ചത്ത് കഴിയുമ്പോൾ പുഴു എടുക്കാം, അങ്ങനെ വേണേൽ എടുക്കാം. പുല്ല്, പുൽച്ചാടി, തവള ചെയ്യുന്നുണ്ട്. തവള പുൽച്ചാടി കഴിക്കുന്നുണ്ട്. പാമ്പ് അങ്ങനെയൊക്കെ എടുക്കാം. ഇവിടെ എന്ന് പറയുമ്പോൾ മുയൽ പുൽച്ചാടിയെ ഇല്ലേ വരുന്നില്ല. പക്ഷെങ്കിൽ പുല്ലാണ് മുയലുമായിട്ട് വരേണ്ടത്. അതുകൊണ്ടാണ് തെറ്റ് വരുന്നത്. ഓക്കെ. ബാക്കിയൊക്കെ നമുക്ക് ഏകദേശം ശരിയാണ്. അപ്പോൾ കറക്റ്റ് സംഭവം നമുക്ക് എന്താ? ആഹാര ശൃംഖല അല്ല, ആഹാരബന്ധം എന്ന് പറയുമ്പോൾ എന്താണ്? ഉൽപ്പാദകർ വേണം, ഉപഭോക്താക്കൾ വേണം, വിഘാടകർ വേണം അല്ലേ. ഉൽപ്പാദകർ എന്ന് പറയുമ്പോൾ സസ്യങ്ങളാണ് എപ്പോഴും വരിക. പ്രത്യേകിച്ചും ആരാണ്? ഹരിത സസ്യങ്ങളാണ്. അവർ പ്രകാശസംശ്ലേഷണം വഴി ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നു. അതിനെ ആ സസ്യങ്ങളെ കഴിക്കുന്നവരെല്ലാം എന്താണ്? ഉപഭോക്താക്കളാണ്. അപ്പോൾ പ്രാഥമികം എന്ന് പറയുമ്പോൾ സസ്യങ്ങളെ നേരിട്ട് ആഹാരമാക്കുന്നവരെല്ലാം പ്രാഥമികമായ ആൾക്കാരാണ്. ഈ പ്രാഥമിക ആൾക്കാരെ എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും അടുത്ത ആൾക്കാർ കഴിക്കുമ്പോൾ അവർ സെക്കൻഡറി, ദ്വിതീയ ആൾക്കാരാണ്. ആ ദ്വിതീയമായ രണ്ടാമത്തെ അവരെന്ത് ചെയ്യുന്നു? വീണ്ടും അടുത്ത ആൾ കഴിക്കുമ്പോൾ അവർ തൃതീയമാകുന്നില്ലേ. അങ്ങനെ ബാക്കി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അവർ മരിച്ചു വിഘാടകർ. ഈ ഉൽപ്പാദകരിൽ വന്ന സസ്യങ്ങൾ മരിച്ചാലും വിഘാടകർ വിഘടിപ്പിക്കുന്നുണ്ട്, ഉപഭോക്താക്കളും വിഘടിപ്പിക്കുന്നുണ്ട്. വിഘാടകം എന്ന് പറയുമ്പോൾ ബാക്ടീരിയയും ഫംഗസും ഒക്കെ എന്താണ്? വിഘാടകരാണ്. ബാക്ടീരിയയും ഫംഗസും ഒക്കെ എന്താണ്? വിഘാടകം. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണോത്തി ഏത് ജില്ലയിലാണ്? ആൻസർ തൃശ്ശൂർ ജില്ല. പവിത്ര, അന്നപൂർണ എന്നിവ ഏത് വിളയുടെ സങ്കരയിനം വിത്തുകളാണ്? ആൻസർ നെല്ല്. പവിത്ര, അന്നപൂർണ നെല്ല്. നെക്സ്റ്റ് വൺ. കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ കാട്ടാന. ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ലിയോ 14. നെക്സ്റ്റ് വൺ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് എതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ്റെ പേര് എന്താണ്?
ആൻസർ ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. അടുത്തത് പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ശൂന്യതയാണ്. ശൂന്യതയാണ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ്. ശബ്ദ തീവ്രത അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ആൻസർ ഡെസിബൽ. ഡെസിബൽ. നെക്സ്റ്റ് വൺ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ചു നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിലെ ഊർജം ഏതാണ്? ആൻസർ സ്ഥിതികോർജം. നെക്സ്റ്റ് വൺ, നാം കഴിച്ച ഭക്ഷണത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ഡാഷിൽ വെച്ചാണ്. അവയവം തിരിച്ചറിയുക. ആൻസർ ചെറുകുടൽ. ചെറുകുടലിൽ വെച്ചാണ് നമ്മൾ കഴിച്ച ആഹാരം പൂർണ്ണമായും ദഹിച്ചിട്ട് എന്തായിട്ട് മാറുന്നു? പോഷകങ്ങളായിട്ട് മാറുന്നു. ആ പോഷകങ്ങളാണ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുക. അങ്ങനെ രക്തം വഴി ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും ആ പോഷകങ്ങൾ എത്തിച്ചേരുന്നു. ഈ പോഷകങ്ങൾ ആരാണ്? ഏതൊക്കെയാണ് പോഷകങ്ങൾ? എന്തൊക്കെയാണ് ഫൈനലായിട്ട് മാറുക? ആഹാരം ദഹിച്ച് ഫൈനലായിട്ട് എന്തൊക്കെയാണ് മാറുക? പോഷകങ്ങളായിട്ട് എന്ന് വെച്ച സംഭവം എന്താണ് പോഷകങ്ങൾ എന്ന് പറഞ്ഞ സംഭവം? ഇല്ല, ആഹാരം ദഹിച്ച് വലിയ ചെറിയ ചെറിയ പോഷകങ്ങളായിട്ട് മാറുന്നു. അത് ബ്ലഡിലേക്ക് പോകുന്നു. ഏതൊക്കെയാണ് പോഷകങ്ങൾ? ഒന്നെന്താണ്? ഗ്ലൂക്കോസ്. ഫൈനലി നമ്മൾ കഴിച്ച ധാന്യകം ഗ്ലൂക്കോസായി മാറുന്നു. പിന്നെന്താണ്? നമ്മൾ കഴിച്ച മാംസ്യങ്ങൾ, ഇറച്ചിയൊക്കെ എന്താണ്? അത് പ്രോട്ടീൻ അല്ലേ, അമിനോ ആസിഡ്സ് ആയിട്ട് മാറുന്നു. പിന്നെ ഫാറ്റി ആസിഡും ഗ്ലിസറോൾ എന്ന് പറയുമ്പോൾ കൊഴുപ്പ് എന്തായിട്ട് മാറുന്നു? എണ്ണയൊക്കെ എന്തായിട്ട് മാറുന്നു? ഫാറ്റി ആസിഡും ഗ്ലിസറോട്ട് മാറുന്നു. അപ്പോൾ ഗ്ലൂക്കോസ്, പിന്നെ അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, ഇതൊക്കെയാണ് പോഷകങ്ങൾ. ഇവരെല്ലാം മിനറൽസും ഉണ്ട്. ഇവരൊക്കെ എങ്ങോട്ട് പോകുന്നു? അതൊക്കെയാണ് രക്തം വഴി ഓരോ കോശങ്ങളിലും ചെന്ന് പോയിട്ട് അവിടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ? ആ കോശാംഗം ഏതാണ്? ഓരോ കോശങ്ങളിലും പോയി അവിടെ വെച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു. ആ കോശാംഗം ഏതാണ്? ആ കോശാംഗത്തിൻ്റെ പേരെന്താണ്? മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ. ആ കോശാംഗം മൈറ്റോകോൺട്രിയ അല്ലേ? നമ്മുടെ ജന്തുക്കളിൽ അല്ലേ, അവിടെ വെച്ചിട്ട് ജന്തുകോശങ്ങളിൽ വെച്ചിട്ട് സസ്യകോശങ്ങളിലൊക്കെ വെച്ചിട്ട് ജന്തുകോശങ്ങളിൽ വെച്ചിട്ട് എന്താണ്? ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കോശാംഗമുണ്ട്. ഒരു കോശമുണ്ട്. അതിനകത്ത് കോശാംഗമുണ്ട്. ആ കോശാംഗം മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ് ഈ എനർജി എന്ന് പറഞ്ഞ സാധനം, ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഉണ്ടാക്കി വെക്കുക. മനസ്സിലായോ? നമ്മൾ കഴിച്ച ആഹാരം ചെറുകുടലിൽ വെച്ച് ദഹിച്ചു. അത് പോഷകങ്ങളായിട്ട് മാറി രക്തത്തിലേക്ക് ചെറുകുടലിലുള്ള വില്ലസുകൾ വഴി രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ടു. ഇതെങ്ങനെ പോകുന്നു? രക്തം എല്ലാ കോശങ്ങളിലേക്കും, നമ്മുടെ ബോഡിക്കകത്ത് എല്ലാ കോശങ്ങളിലേക്കും പോകുന്നു അല്ലേ? അവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ കൊണ്ടുപോകുന്നു. ഓരോ സെല്ലിനകത്ത് കയറുന്നു. അതിൽ കോശാംഗം മൈറ്റോകോൺട്രിയ ഉണ്ട്. അതിനകത്ത് വെച്ച് എന്ത് ചെയ്യുക? ATP എന്ന് പറയുന്ന എനർജി മോളിക്യൂൾ ഉണ്ടാവുന്നത്. ATP എന്ന് പറയുന്ന അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന എനർജി മോളിക്യൂൾ ഉണ്ടാവുന്നു. അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത്രയും. നെക്സ്റ്റ് ചോദ്യം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതാണ് പ്രമേഹം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എത്രയാണ്? ആൻസർ 70-110 mg/100 ml അല്ലേ? 80 to 120 നമ്മൾ പഠിക്കാറുണ്ട്. ഇവിടെ ഈ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ SCERT ടെക്സ്റ്റിലെ ആൻസർ തന്നെയാണ്. ഓക്കെ, ടെക്സ്റ്റിൻ്റെ ആൻസറാണത്. 70-110 എന്നുള്ളത്. നമ്മൾ 80-120 ശരിക്കും നമ്മൾ പഠിക്കുന്നുണ്ട്, അതും പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അതില്ല താനും. എന്നാലും ഈ 70-110 എന്നുള്ളത് SCERT ടെക്സ്റ്റിലുള്ള ഒരു ഫാക്റ്റാണ്. അപ്പോൾ ഗ്ലൂക്കോസ് അല്ലേ, ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതൊക്കെയാണ്? 2 ഹോർമോൺസ് ഉണ്ട്. മെയിൻലി ഒന്ന് പറഞ്ഞേക്ക്. ഏതാണ് ഹോർമോണിൻ്റെ പേരൊക്കെ? ഒന്ന് ഇൻസുലിൻ അല്ലേ, ഇൻസുലിൻ ഉണ്ട്. മറ്റൊന്ന് ഗ്ലൂക്കഗോൺ. വേഗം പോവാം. ഗ്ലൂക്കഗോൺ, ഇൻസുലിനും ഗ്ലൂക്കഗോൺ. ഇനി രണ്ടുപേരുടെ ചേർന്നിട്ട് എന്ത് ചെയ്യാം? ഈ ഗ്ലൂക്കോസ് ലെവൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വെച്ചാൽ നിലനിർത്തി പോരുക ഇല്ലേ? ഈ ഇൻസുലിനെയും ഗ്ലൂക്കഗോണിനെയും എവിടുന്നാണ് ഉണ്ടാക്കുക? ഏത് ഗ്രന്ഥിയാണ് ഉണ്ടാവുന്നത്? ആഗ്നേയ ഗ്രന്ഥി അല്ലേ?
ആഗ്നഗ്രന്ഥിയുടെ ഐലറ്റ്സ് ഓഫ് ലംഗർഹാൻസ് ഉൽപ്പാദിപ്പിക്കുന്ന ഐലറ്റ്സ് ഓഫ് ലംഗർഹാൻസിൽ ആൽഫ കോശങ്ങളുമുണ്ട്, ബീറ്റ കോശങ്ങളുമുണ്ട്. ഇവ രണ്ടും ചേർന്നുണ്ടാക്കുന്നു അവരാണ് ഈ ഇൻസുലിനും ഗ്ലൂക്കോഗോണും ഒക്കെ ഹോർമോൺസ് ഉണ്ടാക്കുക. ഇവ രണ്ടും ചേർന്ന് നമുക്ക് എന്തുണ്ടാക്കുന്നു? ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് ഉണ്ടാക്കിത്തരുന്നു. ആ അളവ് എത്രയാണ്? 70/110 mg/100 ml ആകുന്നു. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏതാണ്? ആൻസർ നിർഭയ. നൽകിയിരിക്കുന്ന വായുജന്യ രോഗങ്ങൾ ഏതെല്ലാം? വായുജന്യ രോഗങ്ങൾ കൊളറ, ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്, ക്ഷയം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്ഷയം ആൻഡ് ചിക്കൻ പോക്സ്. ഇതിൻ്റെ തന്നെ വായുജന്യ രോഗങ്ങൾ 3 ചാർട്ട് മാത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരു വീഡിയോയ്ക്കകത്തുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. അത് മാത്രം എപ്പോഴും മാറിത്തിരിഞ്ഞ് ആ ഒരു ചാർട്ട് മാത്രം നോക്കി, ഒരു ചെറിയ വീഡിയോ ആണ്, 10-15 മാത്രമേ ഉള്ളൂ. അത് മാത്രം പഠിച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2-3 മാർക്ക് അവിടെ നിന്ന് ഉറപ്പിക്കാം. ബയോളജി 2-3 മാർക്ക് ഷുവറാണ് അവിടെ നിന്ന്. ആ ഒരു സെക്ഷൻ ഒരു 5 ക്വസ്റ്റ്യനേ ഉള്ളൂ. 5 ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം കുറച്ചുണ്ട്. അത് മാത്രം 10-15 ഉള്ളൂ. കണ്ടാൽ നമുക്ക് പെട്ടെന്നത് മനസ്സിലാവുകയും ചെയ്യും. അത് എഴുതിയെടുത്തിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ വായുജന്യം ക്ഷയവും ചിക്കൻ പോക്സ്. എയ്ഡ്സ് ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് തെറ്റായവ, ഓപ്ഷൻ സി. നെക്സ്റ്റ് ചോദ്യം. വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാവുന്ന ഒരു രോഗം ഏതാണ്? ആൻസർ നിപ്പ. കുഷ്ഠരോഗം കുട്ടികളിൽ രോഗാരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച സർക്കാർ പദ്ധതി ഏതാണ്? ആൻസർ ബാലമിത്ര. ഒരെണ്ണം കൂടി. നമുക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനാവശ്യമായ ഊർജം ഭക്ഷണത്തിലെ പോഷക ഘടകമായ ധാന്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടുതൽ ധാന്യകം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ്. ആൻസർ അരി, ഗോതമ്പ്, കപ്പ. ധാന്യകം അരി, ഗോതമ്പ്, കപ്പ. COVID-19 ബന്ധപ്പെട്ട് പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്, 1, 2, 3 ശരി. COVID-19 കാരണം കൊറോണ വൈറസ് ആണ്. കോവിഷീൽഡ്, കോവിവാക്സ് എന്നീ വാക്സിനുകൾ ഈ രോഗത്തിനെതിരായി വരുന്നത് തടയാൻ ഉപയോഗിച്ച വാക്സിനാണ് അല്ലേ. പിന്നെ കോവിഡുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് RT-PCR. ഇത്രയും ഫാക്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ലോക്ക്ഡൗൺ വന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ഇനി ഇത് പകർച്ചവ്യാധി അല്ല എന്നുള്ളത് അതും അറിയാവുന്ന കാര്യം. അപ്പോൾ ഈ 3 ഫാക്റ്റുകളാണ് കറക്റ്റ് ഫാക്റ്റുകൾ അല്ലേ. ശരി, നെക്സ്റ്റ് വൺ. നൽകിയിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? BCG, ECG, OPV, MMR. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ECG അല്ലേ. ബാക്കിയൊക്കെ നമ്മൾ എന്താണ്? പ്രതിരോധ കുത്തിവയ്പ്പുകളാണ്. കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ സി ആണ്. ഓക്കെ, നമുക്ക് വിറ്റമിൻ എന്ന് പറയുമ്പോൾ ജീവകങ്ങൾ എന്ന് പറയുമ്പോൾ 2 തരമാണുള്ളത് അല്ലേ. കൊഴുപ്പിൽ ലയിക്കുന്നവയുമുണ്ട്, ജലത്തിൽ ലയിക്കുന്നവയുമുണ്ട് അല്ലേ. കൊഴുപ്പിൽ ലയിക്കുന്നവയുമുണ്ട്, ജലത്തിൽ ലയിക്കുന്നവയുണ്ട്. ജലത്തിൽ ലയിക്കുന്നവ ആരൊക്കെയാണ്? ബിയും സിയും മാത്രമേ ഉള്ളൂ അല്ലേ. നമുക്ക് വിറ്റമിൻ എന്ന് പറയുമ്പോൾ ADEK അല്ലേ. അടക്ക് എന്ന് പറയുമ്പോൾ എന്താണത്? അത് കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. അടക്ക് കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. അടക്ക് കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് അടക്ക്. ADEK കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. അത് ജലത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? ബിയും സിയും. ബിയും സി എന്ന് പറയുമ്പോൾ ബി കോംപ്ലക്സുകൾ തന്നെയുണ്ട് അല്ലേ. B1, B2 അങ്ങനെ B12 വരെയുണ്ട്. ബി കോംപ്ലക്സ് ആൻഡ് സി ആണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റമിനുകൾ. അത് അത്രയും മാത്രം പഠിച്ച ഈ മാർക്ക് സെറ്റല്ലേ. ഇതും എൻ്റെ ഒരു ക്ലാസ്സിനകത്ത് കിടപ്പുണ്ട്, നിങ്ങൾക്ക് എടുത്ത് വെച്ച് കാണാം. എൻ്റെ കോഴ്സിലോ ക്ലാസ്സിലോ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ടത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് 2-3 മാർക്കൊക്കെ ഷുവറാണത് കിട്ടുമ്പോൾ. അത്രയും മാത്രമേ ചോദിക്കാറുള്ളൂ എപ്പോഴും. ഓക്കെ, നെക്സ്റ്റ്. മൂത്രാശയ രോഗങ്ങളുടെ കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ. മൂത്രശങ്ക ഉണ്ടാകും, മൂത്രം ഒഴിക്കാത്തത് കാരണമാകും. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാത്തത് മൂലവും സംഭവിക്കാം. വൃത്തിശീലങ്ങളുടെ പോരായ്മയും സംഭവിക്കും. ഓക്കെ, ഓപ്ഷൻ സി ആണ്.
അപ്പോൾ 3 നമുക്ക് എന്താണ് ഉത്തരമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, ഏറെ നാൾ മണ്ണിൽ കിടന്നാൽ പോലും നശിക്കാത്തതും ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയതുമായ അവയവമാണ് പല്ലുകൾ. എന്നാൽ അവ വായ്ക്കുള്ളിൽ വെച്ച് തന്നെ നശിക്കുന്നതിന് കാരണക്കാർ ആരാണ്? ഫണ്ടാസ്റ്റിക്കായ ചോദ്യമല്ലേ, ഫണ്ടാസ്റ്റിക്കായ കാര്യം സത്യം പറഞ്ഞാൽ അല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ബാക്ടീരിയകൾ. നമ്മുടെ വായിക്കാൻ എന്തിനു വേണ്ടി ബാക്ടീരിയ ഉണ്ടെന്ന് ആലോചിച്ച്, ബാക്ടീരിയ അല്ലേ. നെക്സ്റ്റ് വൺ, കൊതുക് ഇതൊരു കാരണം മാത്രമല്ല. ബാക്ടീരിയ ഉണ്ട് പല്ല് നശിക്കുന്നു ഒരു കാരണമാണ്. പക്ഷേ എങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ആൾക്കാരെ പല്ല് പൊടിഞ്ഞ് പല്ലിൽ ഹോൾസ് ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട് അല്ലേ. അപ്പോൾ ബാക്ടീരിയ, ചെറിയൊരു ബാക്ടീരിയ അല്ല നമ്മുടെ വായിക്കാതെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതല്ലേ. അപ്പോൾ ബാക്ടീരിയ എന്താ എപ്പോഴും ചെറിയതിലുണ്ടാവാറുണ്ട്. എന്നാൽ മുന്നിലുള്ളതുകൊണ്ട് ബാക്ടീരിയ നശിച്ചു പോവാറുമുണ്ട്. എല്ലാം പിടി കിട്ടിയോ അല്ലേ. പക്ഷേ എങ്കിൽ എന്താണ്, അതുകൊണ്ട് നമ്മുടെ പല്ലങ്ങനെ നിൽക്കുന്നത് അല്ലെ, എപ്പോഴും നശിത്ത് പോകത്തില്ലേ. എന്നാൽ മുന്നിലുള്ളപ്പോൾ എന്താണ്, ബാക്ടീരിയ അങ്ങനെ അങ്ങോട്ട് ഇല്ല. അതിനെ ഓവർകം ചെയ്യുന്ന ബാക്ടീരിയ ആണ് എന്ത് ചെയ്യുക, നമ്മുടെ പല്ലിനെ ആക്രമിക്കുക. പക്ഷേ എങ്കിൽ കാൽസ്യത്തിൻ്റെ കുറവ് വരുമ്പോൾ എന്താണ്, കാൽസ്യത്തിൻ്റെ കുറവ് വരുമ്പോൾ UPSC ക്വസ്റ്റ്യൻ പോലെ ആയിപ്പോയി. കാൽസ്യത്തിൻ്റെ കുറവ് വരുമ്പോൾ സംഭവിക്കുന്നുണ്ട്, നമ്മുടെ പല്ലിൻ്റെ പല ഭാഗങ്ങളും ഇങ്ങനെ പൊടിയാനും ദ്രവിക്കാനും വിലക്കുറവ് ഉണ്ടാവും ചാൻസ് ഉണ്ട് അല്ലേ. ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ വേഗം കയറി നമ്മുടെ അതിൻ്റെ പുറത്തുള്ള ഇനാമലിനെ അങ്ങ് തട്ടിക്കളയും ഈ കാൽസ്യം ഇല്ലാതെ വരുമ്പോഴത്തേക്കിന്. അപ്പോൾ ആ ഭാഗത്ത് കാർക്ക് കയറാം, ഈ ബാക്ടീരിയയ്ക്ക് വേഗം കയറാനും സാധിക്കും. അങ്ങനെയും പല്ല് പൊടിഞ്ഞ് നശിച്ചു പോകാം. ബാക്ടീരിയ മാത്രമല്ല ഒരു കാരണം കൂടി സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ ചോദ്യങ്ങൾ വന്നാൽ. നെക്സ്റ്റ് ചോദ്യം, കൊതുക് ജന്യ രോഗം, പനി, അസഹ്യമായ തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ വേദന, നെഞ്ചിലും മുഖത്തും ചുവന്ന പാടുകൾ, ഗുരുതരാവസ്ഥയിൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞു മരണം സംഭവിച്ചേക്കാം. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പനിയാണ് അല്ലേ. പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്ന പനി ഏതാണ്? സിമ്പിളായി പറഞ്ഞാൽ ശരിക്കും ഏതാണ്? ഡെങ്കി അല്ലേ. ഡെങ്കിയാണ് അല്ലേ. ഡെങ്കി വന്ന് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ നമ്പറാണ് ആദ്യം നോക്കുക. നമുക്കതും പരക്കെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സി യു അഗെയിൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, എൻ്റെ 6ലെ വീണ്ടുമുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നിച്ച് കുഞ്ഞു ക്വസ്റ്റ്യൻസ് വീണ്ടും ഇടാം. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോസിൻ്റെ മുമ്പോട്ട് പോകുന്നില്ല, കാണുന്ന ഒരാളാണെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോസ് മുമ്പോട്ട് പോകും. വീഡിയോ സ്റ്റക്കാവുക കാരണം എൻ്റെ യൂട്യൂബ് ആപ്പ് അല്ലെങ്കിൽ YT സ്റ്റുഡിയോ അത് എന്താ പറയുക അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് പറയുക. നമുക്കത് ചെയ്യാനുള്ള നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഷെയർ ചെയ്യുവാൻ വളരെ നന്നായിരിക്കും. ഞാനത് അവസാനം പറയുന്നത് വെച്ചാൽ അവസാനം വരെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സി യു അഗെയിൻ. താങ്ക് യു.